യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ കുറേ ആൾക്കാർ ഇത് നീയാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വോയിസ് ഓവർ വേറെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ, ഇത് നിന്നെ പോലെ ഇല്ലെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊക്കെ തോന്നുമായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ വിട്ടു കേട്ടോ. പിന്നെ കാണുന്നവരെല്ലാവരും സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത്രത്തോളം ഞാൻ മലയാളം സംസാരിച്ചവരാരും കണ്ടിട്ടില്ല. എന്താണെന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ഫുള്ള് തമിഴാണ്, അതേപോലെ പഠിച്ചതൊക്കെ മലയാളമാണ്. അപ്പോൾ രണ്ടും കെട്ട ഭാഷയാണ് സംസാരിക്കാറ്. കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല, ഫുള്ളായിട്ട് തമിഴും എനിക്ക് കറക്റ്റായിട്ട് സംസാരിക്കാൻ അറിയില്ല കേട്ടോ. അപ്പോൾ രണ്ടും കലർത്തി സംസാരിക്കുന്നുണ്ട്. എല്ലാവരും ഇത്ര ദിവസം അത് കേട്ടിട്ട് പെട്ടെന്ന് ഞാൻ ഫുള്ള് മലയാളമായപ്പോൾ അവർക്കൊക്കെ ഒരു ഡൗട്ട് ഇത് ഞാൻ തന്നെയാണോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനെപ്പോഴും വീഡിയോ ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അയ്യോ മലയാളത്തിൽ തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട്. പക്ഷേ അത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതെന്ന് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി മുതൽ അങ്ങനെ ആ ഒരു ടോണിൽ സംസാരിക്കണം. നോർമലി എനിക്കിപ്പോൾ എന്താണോ സംസാരിക്കാനായിട്ട് വരുന്നത് അത് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ രണ്ടും കെട്ട ഭാഷയിൽ ഇപ്പോൾ തമിഴും മലയാളവും കലർത്തി സംസാരിച്ച കാണുന്നവർ ഇതിനെ കളിയാക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് മലയാളത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. എന്നാൽ ഇനി തൊട്ട് എൻ്റെ നോർമൽ ഭാഷയിൽ ഞാൻ സംസാരിക്കാൻ പോവാണ്. അതുകൊണ്ട് ഇത്ര ദിവസം നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്ക് തുടർന്ന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.